കനോലി കനാലിലൂടെ സോളാർ ബോട്ട് ഓടിക്കാനുള്ള സ്വപ്നം ഇനിയും അകലെ. കനാൽ നവീകരണം പാതി വഴി നിലച്ചതോടെ കരയിലേക്ക് കയറ്റിയിട്ട മണൽ മഴയിൽ കനാലിലേക്ക് തന്നെ തിരിച്ചിറങ്ങുന്ന സ്ഥിതിയാണ്. കനോലി കനാലിലൂടെയുള്ള സോളാർ ബോട്ട് ഓടിക്കാനുള്ള സ്വപ്നം ഇനിയും അകലെ. കനാൽ നവീകരണം പാതി വഴി നിലച്ചതോടെ കരയിലേക്ക് കയറ്റിയിട്ട മണൽ മഴയിൽ കനാലിലേക്ക് തന്നെ തിരിച്ചിറങ്ങുന്ന സ്ഥിതിയാണ്. കനാൽ ആഴം കൂട്ടുന്ന പ്രവർത്തികൾ പൂർത്തിയായെങ്കിലും തുടർന്നുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. താലൂക്കിൽ പെരുമ്പടപ്പ് മുതൽ പൊന്നാനി അങ്ങാടിപ്പാലം വരെ ഭാഗത്തെ 1.5 മീറ്റർ ആഴമാണ് കനാലിൽ വർദ്ധിപ്പിച്ചത്. കനാലിൽ നിന്ന് ശേഖരിച്ച മണൽ ഇരുകരകളിലുമായാണ് കൂട്ടിയിട്ടത്. ഇതാണ് മഴയിൽ തിരികെ കനാലിലെത്തുന്നത്. ബോട്ട് സർവീസ് ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ മണൽ പൂർണ്ണമായും കനാലിലേക്ക് എത്തും. സോളാർ ബോട്ട് ഓടിക്കുന്നതിന് തടസ്സമായി കനാലിലുള്ള നടപ്പാലങ്ങളും പൊളിച്ചു നീക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇക്കാര്യത്തിലും നടപടികൾ മന്ദഗതിയിലാണ്. 2 കോടി രൂപ ചിലവിലാണ് കനോലി കനാൽ നവീകരണം നടപ്പാക്കുന്നത്. ആഴം കൂട്ടുന്ന പ്രവർത്തികൾക്ക് ശേഷം കനോലി കനാൽ തീരം സർവേ നടത്തുകയും കയ്യേറ്റം തിരിച്ചുപിടിക്കുന്ന നടപടികളും നടത്താനാണ് തീരുമാനം. എന്നാൽ റവന്യൂ വിഭാഗം ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്കാണെന്നാണ് ആക്ഷേപം. ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് കനാലിൽ ആഴം കൂട്ടൽ ഉൾപ്പെടെയുള്ള പണികൾ നടന്നിരുന്നത്. കനാൽ വീതി കൂട്ടാൻ പദ്ധതികളുണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യത്തിലെത്തിയിട്ടില്ല. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ മുന്നോട്ടു പോയെങ്കിലും നടപടിയായില്ല. കനാലിൽ 45 മീറ്റർ വീതി ഉറപ്പാക്കാനായിരുന്നു പദ്ധതി. ബോട്ടുകൾക്ക് ഭീഷണിയായ പാലം ഉയർത്തി നിർമ്മിക്കാനും പദ്ധതികളുണ്ടായിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന പദ്ധതിയാണ് ഇഴഞ്ഞ് നീങ്ങുന്നത്. PGTV ന്യൂസ്, പൊന്നാനി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്.